എന്താടി മോളെ നീ താഴെ ഇരുന്ന് കഴിക്കുന്നത്? ഇവിടെ ഡൈനിങ് ടേബിൾ ഒന്നും ഇല്ലേ? അത് ഞാൻ പറഞ്ഞോ നീ താഴെ ഇരുന്ന് കഴിച്ചാൽ മതി. അയ്യോ അതല്ല, ഇവിടുത്തെ ഡൈനിങ് ടേബിളിന്റെ കാലിൽ എന്റെ കാല് ചെറുതായിട്ടൊന്ന് തട്ടി. അതിന് തറയിലിരുന്ന് കഴിക്കുന്നത് എന്തിനാ? എന്റെ കാല് തട്ടി ദേഷ്യത്തിൽ ചേട്ടൻ ടേബിളിന്റെ കാലെല്ലാം തല്ലി ഓടിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് തറയിലിരുന്നാ കഴിക്കുന്നത്. ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യനാ. ഇന്നലെ ഞാനൊരു പാറ്റയെ കണ്ട് പേടിച്ചതിന് ആ പാറ്റ എന്താ ചെയ്തെന്നറിയോ? ആ പാറ്റയെ പിടിച്ച് ഫെവിക്വിക്ക് വെച്ച് ടിവിയിൽ ഒട്ടിച്ചു വെച്ച് എന്നിട്ട് ആകാശങ്ങ് സിനിമ ഇട്ട് കൊടുത്ത്. അതെന്തിന്? പാറ്റയെ പേടിപ്പിക്കാൻ. Oh my God, certified psycho. ഒരു ദിവസം എനിക്ക് തലവേദന എടുത്തതിന് മരം മുറിക്കുന്ന വാളും എടുത്തോണ്ട് വന്ന്. തലവേദന എടുക്കുന്നതിന് മരം മുറിക്കുന്ന വാളെന്തിനാ? ചേട്ടന്റെ വേദനയില്ലാത്ത തല എനിക്ക് വെച്ചിട്ട് എന്റെ വേദനയുള്ള തല ചേട്ടന് വെക്കാന്. നാട്ടുകാർ ഓടിക്കൂടിയില്ലായിരുന്നെങ്കിൽ 2 തല ഇവിടെ കിടന്ന് ഉരുണ്ടേനെ. എന്നിട്ടാ തലയും വെച്ചോണ്ട് അവൻ എങ്ങോട്ട് പോയി? വെളിയിലെങ്ങാണ്ട് നിപ്പുണ്ട്. ഇങ്ങോട്ട് കുനി. നിങ്ങൾ അങ്ങേരുടെ മുന്നിൽ വെച്ച് എന്നെ വഴക്കൊന്നും പറയല്ലേ. ഇതുകൊണ്ട് നിക്കുന്നു. അയ്യോ മക്കളെന്തിനാ കഴിക്കെന്താ പറ്റി? വാവച്ചി പറഞ്ഞില്ലേ? രാത്രി കടന്നപ്പം ചേട്ടന്റെ ഇടത്തെ കൈ അറിയാതെ എന്റെ താടിക്ക് തട്ടി. വാവച്ചിക്ക് നൊന്തോ എനിക്ക് സഹിക്കത്തില്ല മാമ. ഞാൻ വലത്തേക്കൊക്കെ എന്റെ ഇടത്തേക്ക് തല്ലിയും കുടിച്ചു. അളിയൻ എന്താ വയ്യേ? സ്വന്തം കൈ ആരെങ്കിലും തല്ലി പിടിക്കൂ? എന്റെ വാവച്ചിയെ തൊട്ടാ അത് ഏത് പൊന്നുതമ്പുരാന്റെ കൈയാടലും ഞാൻ തല്ലി പിടിക്കും. അളിയന്റെ ചുണ്ടും വീങ്ങിയിരിക്കുന്നല്ലോ, ഇതാരെ കടിച്ചു പറിച്ചേ? അളിയൻ തന്നെ ആയിരിക്കില്ലേ? മനസ്സിലായി ഈ പിള്ളേരുടെ കാര്യം.